സ്കൂൾ സമയത്ത് ഒരു 10ാം ക്ലാസ്സിന് മുന്നേ ഒക്കെ ചിലപ്പോൾ അത്ര സത്യസന്ധയല്ലായിരിക്കും. 10ാം ക്ലാസ്സിനൊക്കെ ശേഷം ആണ് എനിക്കൊരു ഇന്റലക്ച്വൽ ഒരു ബുദ്ധി വന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ അതിന് മുന്നേ ബുദ്ധിയില്ല എന്നല്ല, എന്നാലും മറ്റൊരു തരത്തിൽ അങ്ങനെ ഇല്ലാതെ ഞാൻ പറയുന്നില്ല. എന്നാലും 10ാം ക്ലാസ്സിനൊക്കെ ശേഷമാണ് ഞാൻ മറ്റൊരു തരത്തിൽ ചിന്തിക്കാനും കുറച്ചുകൂടി ഒരു ബ്രോഡർ ആയിട്ടുള്ള രീതിയിൽ ലോകത്തെ കാണാനും മനുഷ്യരെ കാണാനൊക്കെ തുടങ്ങിയത്. അതിന് മുന്നേ വളരെ സാധാരണമായിട്ടുള്ള രീതിയിൽ എൻ്റെ കാര്യം സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന, കുറച്ച് പ്ലീസ് ചെയ്തും കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ടൊക്കെ നിന്നും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സാധാരണ ആളായിരുന്നു. അത് കഴിഞ്ഞാൽ സാധാരണ ആളായി എന്നല്ല, അതിനുശേഷം കുറേ കാലത്തേക്ക് വളരെ റിബൽ ആയിട്ടുള്ള ഒരാളായിരുന്നു. എൻ്റെ ഇപ്പോൾ +2 പഠിക്കുന്ന സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് വേറെ വല്ല കഥകളൊക്കെ ഉണ്ടാവും. പറഞ്ഞ പോലെ മിണ്ടാൻ തന്നെ നമുക്ക് തോന്നാത്ത, ഒട്ടും വെൽക്കമിങ് അല്ലാത്ത, വഴക്കാളിയായിട്ടുള്ള, എന്തൊക്കെയോ പറയുന്ന അങ്ങനെ ഒരാളായിരുന്നു ആ സമയത്ത്. ആ ഒരു ക്യാരക്ടറിലോട്ട് പോകാൻ കാരണം എന്താണ്? സാഹചര്യങ്ങളാണോ? ആ ഒരു ക്യാരക്ടർ മോശമാണ് എന്നുള്ളതല്ല, ഒന്ന് ആ പ്രായത്തിൻ്റെ ഒരു പീക്ക്നെസ് ഉണ്ടല്ലോ, നമ്മൾ അഡോളസൻസ് നിൽക്കുമ്പോൾ നമുക്ക് ലോകം നന്നാക്കണം എന്ന് തോന്നുന്ന ഒരു സ്പിരിറ്റും, അല്ലെങ്കിൽ നമ്മുടെ ചോരത്തിളപ്പുള്ള പ്രായം എന്ന് പറയുന്ന പോലെ ഞാൻ ആ സമയത്ത് കുറച്ച് അതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ലോകവീക്ഷണങ്ങളൊക്കെ ആ സമയത്ത് കണ്ടു തുടങ്ങുന്നു. പുതിയ പുതിയ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുന്നു. എന്താ പറയണേ, പുതിയ ഐഡിയോളജികളിലോട്ട് എക്സ്പോഷർ ഉണ്ടാകുന്നു. വായന അന്നേ ഉണ്ടോ? വായന ആ സമയത്തുണ്ട്, പിന്നെ വളരെ നന്നായിട്ട് വായിക്കുമായിരുന്നു.